ഇപ്പോൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ശ്രീ പി എസ് പ്രശാന്ത്, ഇപ്പോൾ വിജയ് മല്യ 2008 സ്വർണ്ണപ്പാളികൾ, സ്വർണം പൂശൽ ഉൾപ്പെടെ സ്വർണ്ണപ്പാളികൾ ശബരിമലയുടെ ശ്രീകോവിൽ ഉൾപ്പെടെ നടത്തിയ അന്നത്തെ വർക്കിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അത് നേരത്തെ തന്നെ ഉള്ളതാണ്, അതൊരിക്കൽ കൂടി പുറത്തു വരികയാണ്. ആ പട്ടികയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലുള്ളത് ചെമ്പ് പാളികളാണ്. അവ സ്വർണം പൂശിന് വേണ്ടി കൊണ്ടുപോയി എന്നതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അല്ല, അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. മാത്രമല്ല, ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിൽ അഭിപ്രായം പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുവാൻ കോടതി ദേവസ്വം വിജിലൻസ് എസ് പിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വിജിലൻസ് എസ് പി അത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് സമർപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു അന്വേഷണം വേണം, തർക്കമില്ല കാര്യത്തിൽ. അതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ആർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ അന്വേഷണം വേണം. ആ അന്വേഷണം ഞങ്ങൾ കോടതിയിൽ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ഞങ്ങൾ കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. ഇതിലെല്ലാം നിലപാടാണ്, വ്യക്തത വരണം, അക്കാര്യത്തിൽ അന്വേഷണം വേണം, അത് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത്. അതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ സ്വർണ്ണപ്പാളികളിൽ ആ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ 2008 സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നു, സ്വർണം പൊതിഞ്ഞു എന്നതിന് രേഖയുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴാണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത് 2019 കാര്യമല്ലേ? ഞങ്ങളൊക്കെ വരുന്നത് 2023 ശേഷമല്ലേ? അപ്പൊ സ്വാഭാവികമായി ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കോടതിയുടെ അന്വേഷണത്തിൽ കോടതി വിജിലൻസ് എസ് പിയെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഉള്ളതിൽ സ്വർണ്ണപ്പാളിയാണോ, അതിൽ ചെമ്പുപാളിയാണോ, സ്വർണ്ണപ്പാളിയാണോ, അതിൽ തൂക്കം എങ്ങനെ കുറഞ്ഞു, അതെന്താണ്, ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹതയെ സംബന്ധിച്ച് ഒക്കെ ഉണ്ട്. അത് സ്വാഭാവികമായി അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അത് ഞങ്ങൾക്ക് കോടതിയോടെ ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. കോടതിയോട് ഞങ്ങൾ അത് ആവശ്യപ്പെടും. വ്യക്തമായ അന്വേഷണം വേണം. ഇതിനെ സംബന്ധിച്ചൊരു സുതാര്യത വേണം. കാരണം ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്നത്തെ കാര്യമായാലും ഇതെല്ലാം ഈ ദേവസ്വം ബോർഡ് ഒരു എന്താ ഷേഡിയിൽ നിൽക്കുന്നത് എന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. അത് കൃത്യമായി പ്രശാന്ത് കൃഷ്ണയും വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. അനന്തൻ എന്തോ ചോദിക്കണം. അതിനു മുൻപ് പ്രാഥമികമായി താങ്കൾക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. അങ്ങ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ഭഗവാന്റെ സ്വത്ത് എന്നാണ് പറയാറ്. ഈ ഭഗവാന്റെ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തിന് രേഖയുണ്ടോ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ? നേരത്തെ നടന്ന സംഭവമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങേക്ക് അങ്ങനെ ഒരു രേഖ കാണാൻ കഴിയും? ഒരു കാര്യം ഞാൻ പറയാം. ഈ പീഠത്തെ സംബന്ധിച്ച് രേഖ അവിടെ ഇല്ല. ഈ സ്വർണത്തെ സംബന്ധിച്ച് ഈ പീഠത്തെ സംബന്ധിച്ചുള്ള രേഖ, കാരണം ഇയാൾ അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ആയിട്ട് അഭിപ്രായമുണ്ടല്ലോ. അയാൾ കയ്യിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത് അവിടെ സമർപ്പിച്ചു എന്ന് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂമുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഗോൾഡ് മോണിറ്റൈസേഷൻ ഞങ്ങൾ കഴിഞ്ഞു. ഗോൾഡ് മോണിറ്റൈസേഷൻ, ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ 18 സ്ട്രോങ് റൂമുകളുടെയും എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി ആയി തിരിച്ച്, എ കാറ്റഗറി എന്ന് പറയുന്നത് പൗരാണിക മൂല്യമുള്ളതും, ബി കാറ്റഗറി എന്ന് പറയുന്നത് ഉത്സവാദി കാര്യങ്ങൾക്കും നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും, സി കാറ്റഗറി ഇതിനൊന്നും പെടാത്തവയും, അങ്ങനെ ഈ 3 കാറ്റഗറിയായി തിരിച്ച് അതിന്റെ രജിസ്റ്റർ ഉണ്ടാക്കി 18 സ്ട്രോങ് റൂമിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ശബരിമല ഉൾപ്പെടെ. അതിൽ സി കാറ്റഗറിയിൽ ഉള്ളത് 1 മാസം മുമ്പ് ഞങ്ങൾ റിസർവ് ബാങ്കിലേക്ക് കൈമാറുകയും ചെയ്തു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോങ് റൂമുകളിലുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ രേഖയുണ്ട്. അത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള കാര്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര വെച്ച് ചെയ്തത്. അപ്പൊ ഇതൊക്കെ കൃത്യമായ രേഖകളുണ്ട്. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ട് രേഖകളില്ല. ഇയാൾ അവിടെ കൊണ്ട് സമർപ്പിച്ചു എന്ന് പറയുന്ന രേഖകളില്ല. അതുമായി ബന്ധപ്പെട്ടാണ് കോടതി ഈ പറയുന്ന അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. താങ്കളും പറയുന്നു അന്വേഷണം വേണമെന്ന്. അനന്തനും പ്രശാന്തുമുണ്ട്, അവർ കൂടി ചില കാര്യങ്ങൾ ചോദിക്കാം. താങ്കളുടെ ബോധ്യം ഇത് 1998 വിജയ് മല്യ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് തന്നെയാണോ ദേവസ്വം പ്രസിഡന്റ് നിലയിൽ താങ്കളുടെ ബോധ്യം? ഉറപ്പായിട്ടും സ്വർണം 99 സ്വർണം പൂശിയത് തന്നെയാണ്. അത് തർക്കമില്ല.
അത് പിന്നെ എങ്ങനെയാണ് പ്രസിഡന്റ് ഇത് 2019 ഉത്തരവിൽ ചെമ്പുപാളിയായി മാറുന്നത്? അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായി ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. അതെല്ലാം കോടതിയുടെ ഉത്തരവിൽ, കോടതിയുടെ അന്വേഷണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കോടതി അന്വേഷിക്കട്ടെ, അതിൽ തർക്കമില്ല. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി പ്രസിഡന്റ്, ഒരു കാര്യം കൂടി. വിജയ് മല്യ സമർപ്പിച്ച ആ 30 കിലോ സ്വർണം ഇപ്പോഴും ആ ശ്രീകോവിലിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ? അങ്ങനെ ഒരു പരിശോധന ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണല്ലോ. അതുകൊണ്ടാണല്ലോ അത്തരം കാര്യങ്ങളിൽ കോടതി ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സെക്രട്ടറിയെ വെച്ച് അന്വേഷിക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ. 100% ഞങ്ങളത് ചെയ്തു കൊടുക്കും. മാത്രമല്ല, അത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കണമെന്നല്ല, അത് ഞങ്ങളുടെ നിലപാട് കോടതിയെ അറിയിക്കും. അത് ആധികാരികമായ അന്വേഷണം ഏത് തരത്തിലാണോ വേണ്ടത് ആ തരത്തിലൊക്കെ അന്വേഷിക്കണം. അത് ഞങ്ങൾക്ക് കോടതിയിൽ ആവശ്യപ്പെടാൻ മാത്രമേ ഇപ്പോൾ സാധിക്കൂ. ശ്രീ പ്രശാന്ത്, ഒരു കാര്യം, അതായത് അന്ന് 19 ജൂലൈ മാസത്തിൽ ഈ പാളി ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള ഉത്തരവ് കൊടുത്തുവിടുന്നു. അതിനുശേഷം ഒരു മാസത്തിലധികം കഴിഞ്ഞാണ് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തുന്നത്. അന്ന് ഈ സ്വർണ്ണം പൂശലിന്റെ മേൽനോട്ടം വഹിച്ച തിരുവാഭരണം കമ്മീഷണർ പറയുന്ന അദ്ദേഹം കാണുന്നത് പ്യുവർ ആയിട്ടുള്ള ചെമ്പുപാളി എന്നാണ്. അതായത് 1998 വിജയ് മല്യ സ്വർണം പൂശിയ ആ ദ്വാരപാലക ശില്പത്തിലെ പാളിയാണ് അദ്ദേഹം ചെമ്പുപാളിയായിട്ട് കാണുന്നത്. ഈ ഒരു മാസ കാലയളവിൽ ഒരു അട്ടിമറി നടന്നിട്ടില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അല്ല, എനിക്ക് അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ 2019 നടന്ന കാര്യങ്ങളല്ലേ, എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ആധികാരികമായ അന്വേഷണം നടക്കട്ടെ. 2019 ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് ആധികാരികമായി എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അതിനാണ് വേണ്ടത് കൃത്യമായൊരു അന്വേഷണം വേണം. ആ അന്വേഷണം ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഞങ്ങളത് കൃത്യമായി, അത് മാത്രമല്ലല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്, അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നത്, ഇത് എല്ലാം അന്വേഷണം വേണമല്ലോ. ഒറ്റ കാര്യം കൂടി, അതായത് ഇത്തവണയും സ്വർണ്ണപ്പാളി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് നേതൃത്വത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചിരുന്നോ? അതൊക്കെ സമീപിച്ചിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ആണ് തന്നു വിട്ടത്, അതുപോലെ ഇപ്പോഴും തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുത്തുവിട്ടില്ലല്ലോ. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായും ഇത് ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങൾ തന്നു കിട്ടും. അത് കൃത്യമായി ഇവിടെ എത്തും. നിങ്ങൾ വേണമെങ്കിൽ, താങ്കൾ വേണമെങ്കിൽ അവിടെ വന്നോളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായി എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സുതാര്യമായ നിലപാടുകൾ ഞങ്ങൾ സുതാര്യമായും കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടതി ഇപ്പോൾ പിന്നെ അത് പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. ഒക്ടോബർ 17 ഞങ്ങളത് ചെയ്യും. മാത്രമല്ല, ശ്രീകോവിലിന്റെ വാതിലുകളിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്, അതും പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് അനുമതി തന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങളുടെ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ എന്തൊക്കെയാണോ മാനുവൽ പ്രകാരം ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് കൃത്യമായി ഫ്ലൈറ്റിംഗ് നടത്തി ഞങ്ങൾ തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. 98 സ്വർണ്ണപ്പാളി അത് ചെമ്പുപാളിയായി 2019 മാറിയെങ്കിൽ അത് ചെറിയൊരു അന്വേഷണം കൊണ്ട് മതിയാവുന്ന കാര്യമാണോ? അതല്ല പ്രസിഡന്റ്, ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ചെമ്പല്ല വിജയ് മല്യ അവിടെ തന്നത്. അവിടെ ഒറിജിനൽ സ്വർണ്ണപ്പാളിയാണ് തന്നിരിക്കുന്നത്. അത് മാറി അത് ചെമ്പുപാളി ആയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളേടിയാണ്. കൊള്ളേടി ആവുമ്പോൾ അത് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ മതിയോ? അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളും നിങ്ങളും തമ്മിൽ തർക്കിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. ഇതൊരു അന്വേഷണം വേണം. പ്രസിഡന്റ്, ആ അന്വേഷണം ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്? അത് ഹൈക്കോടതി ഞങ്ങൾക്ക് ഏത് തരം അന്വേഷണം വേണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ലേ? അല്ല, സർക്കാരിനോട് ആവശ്യപ്പെടാമല്ലോ. ഒരു വലിയ അന്വേഷണം, ക്രൈംബ്രാഞ്ച് CBI പോലുള്ള അന്വേഷണം ആവശ്യപ്പെടാമല്ലോ. അല്ല, അതാണ് പറയുന്നത്. അതിൽ കോടതിയിലെ പരിഗണിക്കുന്ന വിഷയമായതുകൊണ്ട് സർക്കാരിനോട് എങ്ങനെ ആവശ്യപ്പെടാൻ പറ്റും? അപ്പൊ സ്വാഭാവികമായും ഇത് കോടതിയുടെ പരിഗണിക്കുന്ന വിഷയമാണ്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ, പക്ഷെ കൃത്യമായ ഒരു അന്വേഷണം വേണം. അത് കോടതി തീരുമാനിക്കുന്ന ഏത് ഏജൻസിയും വെച്ചും അന്വേഷണം വേണമെന്നുള്ള കാര്യം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. ഹൈക്കോടതിയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചുണ്ട്. അവർ സസൂക്ഷ്മം ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത് ഹൈക്കോടതി അറിയിക്കാത്ത എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊരു മറ്റൊരു സാഹചര്യമല്ലേ? ഒരു നിമിഷം, ഞാൻ എന്റെ ചോദ്യം ഒന്ന് പ്രതികരിക്കാം. മറ്റൊരു സാഹചര്യമല്ലേ ഇത്? മറ്റൊരു സാഹചര്യം 98 സ്വർണം കൊണ്ട് പൊതിഞ്ഞു, ഇപ്പോഴത് കാണാനില്ല. അത് ദേവസ്വം ബോർഡും ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും മോഷണം നടത്തിയെന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് ക്രൈം രജിസ്റ്റർ ചെയ്യണ്ടേ? പോലീസ് അന്വേഷിക്കണ്ടേ? ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കണേ? ദേവസ്വം ബോർഡ് പരാതി നൽകണ്ടേ? ഞാനും നിങ്ങളും കൂടി വിചാരിച്ചാൽ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ? ഇത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമല്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, പോലീസിൽ ദേവസ്വം ബോർഡ് പരാതി നൽകണ്ടേ?
കോടതിയിലെ അത് പരിധിയിലിരിക്കുന്ന വിഷയത്തിൽ പോലീസ് എങ്ങനെ നമ്മൾ പരാതി കൊടുക്കും? എനിക്ക് അവിടെ സംഭവിച്ചതൊരു മോഷണമല്ലേ? അല്ല, അതായിക്കോട്ടെ, അത് എന്തു ആയാലും ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം. നിങ്ങൾ എന്നെ കൊണ്ട് കോടതി ഇലക്ഷൻ പറയിപ്പിക്കല്ലേ? കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. കൃത്യമായും ഏത് അന്വേഷണം നടത്തണം, ഞങ്ങൾ ആധികാരികമായി ഏത് അന്വേഷണം നടത്തണമെന്ന് തീരുമാനിക്കേണ്ട കോടതിയാണ്. ഞങ്ങളത് ആവശ്യപ്പെടും, കോടതിയോട് ആവശ്യപ്പെടും. ഓക്കെ. രതീഷ്, ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മാതൃഭൂമി ന്യൂസ് ഇന്ന് കൃത്യം കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്.